രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും തിരക്കാണ്. കുട്ടികളെ സ്കൂളിലേക്ക് വിടണം, ജോലിക്ക് പോകണം. ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കണോ വേണ്ടേ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. രാവിലത്തെ തിരക്ക് ആലോചിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്ന്. പക്ഷെ നിങ്ങൾ ഇതിനു മുമ്പേ പല പ്രാവശ്യം കേട്ടിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീലാണെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈസിലി കൺഫ്യൂസ്ഡ് ആവും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ ഇല്ല എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ്. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ആ വേർഡിൽ തന്നെ അതിന്റെ മീനിങ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾക്ക് എനർജി ഒന്നും കിട്ടുന്നില്ല. ആ ഫാസ്റ്റിംഗ് കണ്ടീഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത് രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി നിങ്ങൾ വീണ്ടും റീചാർജ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ്. പലതരത്തിലുള്ള ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും റെക്കമെൻഡേഷൻസ് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കണം, നല്ല ക്വാളിറ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ്. ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ടായിട്ടും അധികം ആൾക്കാരും രാവിലത്തെ തിരക്ക് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാറില്ല, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ല. കുട്ടികളാണെങ്കിൽ പോലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ബ്രഞ്ചാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആദ്യത്തെ ഭക്ഷണം കഴിക്കുന്നത്. അധികം ആൾക്കാരും വിചാരിക്കുന്നത് ഒരു ഹെൽത്തി നല്ല ക്വാളിറ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ്. പക്ഷെ അത് ശരിക്കും അങ്ങനെയല്ല. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആക്കാൻ, നല്ല ക്വാളിറ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ നിങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഈ വിഷയത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടന്റെ താഴെ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തുകൊണ്ടാണ് ഒരു ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൽ എന്ന് പറയുന്നത്, സയൻസ് ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീലാണോ അല്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള ചോദ്യം. ഇത് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. അധികവും റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് ആയിരുന്നു. ഇത്തരത്തിലുള്ള റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസിന്റെ ഒക്കെ മെറ്റാ അനാലിസിസ് ചെയ്തപ്പോൾ പലതരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടെത്താൻ സാധിച്ചത്. ഈ പറയുന്ന ഒട്ടുമിക്ക സ്റ്റഡീസും നടത്തിയിട്ടുള്ളത് നല്ല മെലിഞ്ഞിട്ടുള്ള ലീൻ ആയിട്ടുള്ള ആൾക്കാരിലും ഒബീസ് ആയിട്ടുള്ള എഡൽസിലും ആയിരുന്നു, കുട്ടികളല്ല. സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി എക്സ്പെൻഡിച്ചർ എല്ലാവർക്കും ഒരുപോലെയല്ല, എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും. അത് അവരുടെ ബോഡി വെയിറ്റിനനുസരിച്ച് മാറാം, പ്രായത്തിനനുസരിച്ച് മാറാം. എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം എത്ര എനർജിയാണ് ചിലവാക്കുന്നത് അതിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടേയിരിക്കും. സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും ഇല്ലെങ്കിലും അവരുടെ എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇനി വെയിറ്റ് ലോസ് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വിചാരിച്ച അത്ര ലെവലിലേക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിന്ന് വരില്ല. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ, അത്രയും എനർജി നമുക്ക് കിട്ടണം. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള സമയങ്ങളിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനും നമ്മളുടെ ബോഡി ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതിനനുസരിച്ച് കുറയ്ക്കാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് ബോഡി കോമ്പൻസേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിച്ച അത്ര വെയിറ്റ് ലോസ് ലെവലിലേക്ക് എത്തിയെന്ന് വരില്ല. സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആൾക്കാർക്ക് രാവിലത്തെ സമയം അവർ ചിലവാക്കുന്ന എനർജീന്റെ അളവ് കുറവായിരുന്നു. അതായത് രാവിലത്തെ സമയം അവർ കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാറില്ല, എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇത് അവർ കമ്പയർ ചെയ്തത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അതേ പ്രായം, അതേപോലത്തെ ഗ്രൂപ്പിനെ വെച്ച് കമ്പയർ ചെയ്തപ്പോഴാണ്. അടുത്തതായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ റിസ്ക് എന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങൾ സ്കൂളിലും കോളേജസിലും എല്ലായിടത്തും കേട്ടിട്ടുള്ളത് ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ് എന്നാണ്. അതായത് നിങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് മോഡറേറ്റ് അളവിലാണ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ടത്. രാത്രി സമയത്ത് ഏറ്റവും കുറവ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും എല്ലാവരും ഇത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മാത്രം പോരാ, അത് നല്ല ക്വാളിറ്റി ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ഗുഡ് ക്വാളിറ്റി ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിനെ കൊണ്ട് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓവർ വെയിറ്റ് ഉണ്ടാവാം, ഒബീസിറ്റി ഉണ്ടാവാം, പൊണ്ണത്തടി ഉണ്ടാവാം, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ടാവാം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാം, കൊളസ്ട്രോൾ ലെവൽ കൂടി നിൽക്കാന്നാണ് പറയുന്നത്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർ രാവിലെ എക്സസൈസ് ചെയ്യാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റഡി പ്രകാരം അവർക്ക് രാവിലെ കിട്ടുന്ന എനർജി കുറവായതുകൊണ്ട് തന്നെ അവരുടെ എനർജി എക്സ്പെൻഡിച്ചർ, ചിലവാക്കുന്ന എനർജി അവർ കുറയ്ക്കാൻ ശ്രമിക്കും. പോരാത്തതിന് ടൊബാക്കോന്റെ യൂസ് കൂടുതലായിരിക്കും ഇത്തരമുള്ള ആൾക്കാരിൽ. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കൊരു ദിവസം കിട്ടേണ്ട റെക്കമെൻഡഡ് ലെവൽ ഓഫ് ന്യൂട്രിയൻസ് ഉണ്ട്. അത്രയും ന്യൂട്രിയൻസ് ഇവര് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മൈക്രോ മാക്രോ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. പോരാത്തതിന് പല സ്റ്റഡീസിലും പറയുന്നത് ഇങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർ
കാലറീസ് ബാക്കിയുള്ള സമയങ്ങളിൽ കൂടുതൽ കഴിക്കാൻ ചാൻസ് ഉണ്ട്. ആഡഡ് ഷുഗേഴ്സ് നമ്മളുടെ ബോഡിക്ക് നല്ലതല്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ആഡഡ് ഷുഗറും സാധാരണ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കഴിക്കാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അഡൽട്ട് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രായം 18 വയസ്സിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും കഴിക്കണം. അതും നല്ല ക്വാളിറ്റിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഡോളസന്റ് ഗ്രൂപ്പിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. സ്റ്റഡി നടത്തിയിട്ടുള്ളത് സ്പെയിനിലായിരുന്നു. ഈ സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഫൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ, രാവിലെ കുട്ടികളുടെയും അഡോളസൻസിന്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിക്കുന്നുണ്ടോ ഇല്ലേനേക്കാളും പ്രധാനപ്പെട്ടുള്ള ചോദ്യം എന്ത് തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. ഈ സ്റ്റഡിയിലും അവർ കണ്ടെത്തിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നതെങ്കിൽ അതിനെക്കൊണ്ട് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ്. ഗുഡ് ക്വാളിറ്റി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ എല്ലാ തരത്തിലുള്ള മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ആ കുട്ടിക്ക് കിട്ടണം. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ് ആണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് ആവാം, മിനറൽസ് ആവാം. ഇത്തരത്തിലുള്ള ഒരു ഹൈ ക്വാളിറ്റി ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ഉദാഹരണമാണ് സീരിയൽസിന്റെ കൂടെ നട്ട്സും ഫ്രൂട്ട്സും ഡയറി പ്രോഡക്ട്സ്, അതായത് പാലോ ചീസോ ബട്ടറോ ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. സീരിയൽസ് എന്ന് പറഞ്ഞാൽ അരി ആവാം, ഗോതമ്പാവാം, മില്ലറ്റ്സ് ആവാം, കോൺ ആവാം. ഇത്തരത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കുട്ടികൾക്കും അഡോളസന്റ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുന്നതായിട്ടാണ് സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് നോർമൽ റേഞ്ചിൽ തന്നെ നിൽക്കും. അവർക്ക് സ്ട്രെസ് എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. അവരുടെ കോഗ്നിറ്റീവ് പവർ കൂടുതലായിരിക്കും. ഡിപ്രഷൻ വരുന്നത് കുറവായിരിക്കും. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് മൂഡ് ഡിസോർഡേഴ്സ് വരുന്നതും കുറവാണെന്നാണ് സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതല്ലാതെ എല്ലാ ദിവസവും രാവിലെ ഒരേ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ ഈ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നും സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേ സ്റ്റഡിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കുട്ടികളും ഉണ്ടായിരുന്നു. അവർക്കും ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും അഡോളസൻസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാ തരത്തിലുള്ള മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഈ ഒരു പ്രായത്തിൽ അത്യാവശ്യമാണ് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി. ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള മീൽ അത് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുട്ടികൾക്ക് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടായിന്ന് വരില്ല, ഹൈറ്റ് ഉണ്ടായിന്ന് വരില്ല, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാം, പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം, ഇമ്മ്യൂണിറ്റി കുറയാം. കുട്ടികളുടെ ഹൈറ്റിന്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-21 വയസ്സ് കഴിഞ്ഞാൽ എല്ലുകൾ വളരുന്ന പ്രായം നിൽക്കും. ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും ബോൺസിന്റെ നീളം കൂടില്ല. പക്ഷെ ബോൺസിന് നീളം കൂടുന്നത് കുട്ടികളായിരിക്കുന്ന സമയത്തും അഡോളസന്റ് പ്രായത്തിലൊക്കെയാണ്. ഈ പ്രായത്തിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് മീൽ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു 20 വയസ്സിന് ശേഷം ഹൈറ്റ് കുറവാണ്, ഹൈറ്റ് കുറഞ്ഞു പോയെന്ന് ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ടി വരും. ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഹൈറ്റ് എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ആ വീഡിയോയുടെ കമന്റ്സ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അധികം ആൾക്കാരാണ് ഹൈറ്റ് കുറഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികളുടെ ഗ്രോത്തിന്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ചു പോയി റിവേഴ്സ് ചെയ്ത് ഹൈറ്റ് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിലും അഡോളസന്റ് പ്രായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടി വരും. ഇനി അടുത്ത പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ വേണ്ടെന്നായിരിക്കും. അതിന്റെ ഉത്തരവും വേണം എന്ന് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വേണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ക്വാളിറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് വേണ്ടത്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇനി നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിന്നറിന്റെ ടൈമാണ്. ഡിന്നർ എത്ര നേരത്തെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നോ അത്രയും നേരം നിങ്ങൾക്ക് കൂടുതൽ ഫാസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കും. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഡിന്നർ കഴിക്കുന്നത് വൈകുന്നേരം 6 മണിക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 14 മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടി. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് പകരം 10 മണിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 16 മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടി. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്സും കിട്ടും. അതിനോടൊപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഗുഡ് ക്വാളിറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഇനി എനിക്കറിയാൻ താല്പര്യമുള്ളത്, നിങ്ങൾ ഏത് സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തിയും നല്ല ക്വാളിറ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കി മാറ്റുന്നത്? ഈ കാര്യങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹെൽത്തി ഭക്ഷണത്തിനെ കുറിച്ചും പലതരത്തിലുള്ള ഡയറ്റിനെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.